ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലെ എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 15-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുമ്പോഴാണ് നമ്മളുടെ ചെറിയ നെറ്റ്വർക്കിന്റെ വിഷയങ്ങളെ കൊണ്ട് ചെറിയ തടസ്സം നേരിട്ടത്. ഇന്ന് ആ ഭാഗം മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 15-ാം അധ്യായം അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ വീണ്ടും ക്ലാസ് എടുത്തതിനു ശേഷം അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ ടി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവബോധഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 15-ാം അധ്യായത്തിലെ അവസാനത്തെ ഒരു ശ്ലോകമാണ് ഇനി എടുക്കാനുള്ളത്. നമ്മൾ അതിന് മുമ്പ് വരെ എടുത്തു നിർത്തിയപ്പോഴാണ് കറണ്ടിന്റെ പ്രശ്നമൊക്കെ നിന്നുപോയത്. വയം ത്വവിദിതാ ലോകേ ഭൂതാദ്യാഭിവരീമഭി കർമ്മഭി കഥമാത്മാനം ഗോപയിഷ്യാമ ബാലവത്. പൃഥു വൈതാളികന്മാർ സ്തുതിപാഠകന്മാരോട് പറയുന്നതാണ്. വയം തു നാം ആകട്ടെ അവിദിത അറിയപ്പെടാത്തവനാണ് ലോകത്തിൽ ഭൂതാദ്യാപി വരീമഭി ഭൂതാദ്യാ അപി ഭൂതാദ്യന്മാരാൽ പോലും വരീമഭി ഉത്കൃഷ്ടകർമ്മങ്ങളാൽ വരീമ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടകർമ്മം എന്നർത്ഥം. വരീമഭി ഉത്കൃഷ്ടകർമ്മങ്ങളാൽ എന്തെങ്കിലും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ലോകത്തിൽ അറിയപ്പെടുന്നവനല്ല ഞാൻ. അങ്ങനെയുള്ള ഒരാളെയാണ് സ്തുതിക്കേണ്ടത്. നാം എന്നുവെച്ചാൽ ഞാൻ ലോകത്തിൽ വരീമഭിഹി ഭൂതാദ്യാപി അവിദിത ഉത്കൃഷ്ടകർമ്മങ്ങൾ ചെയ്ത് ഭൂതാദ്യന്മാരാൽ അറിയപ്പെടാത്തവനാണ് ഞാൻ. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്നവരെ കുറിച്ച് വേണം സ്തുതിക്കാൻ. വരീമഭി കർമ്മഭി ഉത്കൃഷ്ടകർമ്മങ്ങളാൽ കഥം ആത്മാനം ഗോപയിഷ്യാമ ബാലവത് എങ്ങനെ ഞാൻ എൻ്റെ ആത്മാവിനെ മറച്ചു പിടിക്കും. ഗോപയിഷ്യാമ ബാലവത് ഒരു കുട്ടിയെപ്പോലെ എൻ്റെ ആത്മാവിനെ എനിക്ക് എങ്ങനെ മറച്ചു പിടിക്കാൻ പറ്റും. ഗോപയിഷ്യാമല്ല ഗാപയിഷ്യാമ എന്ന് വെച്ചാൽ പാടി പുകഴ്ത്തുക, കീർത്തിക്കാറ്. കഥം ആത്മാനം ഗാപയിഷ്യാമ എന്നെക്കുറിച്ച് തന്നെ പാടി പുകഴ്ത്താൻ എനിക്ക് എങ്ങനെ കഴിയും. ബാലവത് അറിവില്ലാത്ത കുട്ടികളെ പോലെ. എന്നെക്കുറിച്ച് തന്നെ ആത്മപ്രശംസ ചെയ്യുന്നത് വാസ്തവത്തിൽ ശരിയല്ലല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ മറ്റുള്ളവരെ കൊണ്ട് പാടി പുകഴ്ത്തിക്കുന്നത് ഒരിക്കലും ഭംഗിയല്ല. ആൾക്കാരെ കാശ് കൊടുത്ത് അപ്പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തൂ എന്ന് എന്നെക്കുറിച്ച് സ്തുതി ചെയ്യാൻ സ്തോത്രം ചെയ്യുവാൻ ആൾക്കാരെ നിയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് പാടണ്ട. പൂതന്മാരുടെ ജോലിയാണ് രാജാക്കന്മാരെ കുറിച്ച് പാടി പുകഴ്ത്തുക എന്നുള്ളത്. അത് ചെയ്യേണ്ട ഇപ്പോൾ എന്നവരെ നിരോധിച്ചു. ഏറ്റവും നല്ല സദ്ഗുണങ്ങളുള്ള ആൾക്കാരെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അവരെക്കുറിച്ച് വേണം പാടി പുകഴ്ത്താൻ, എങ്കിലല്ലേ അറിയുള്ളൂ. അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. നല്ല ആൾക്കാരുടെ മഹത്വങ്ങൾ വീണ്ടും വീണ്ടും പാടി പുകഴ്ത്താൻ കേൾക്കാൻ ഇഷ്ടമാണ്.
ഒരു മഹത്വങ്ങളും ഇല്ലാത്ത, ആരാലും അറിയപ്പെടാത്ത ഒരാളെ കുറിച്ച് പാടിപ്പുകഴ്ത്തിയാൽ ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ധാരാളം ഗുണമുള്ള ആൾക്കാരെ വേണം പാടിപ്പുകഴ്ത്താൻ. എന്നെ അല്ല എന്ന് സാരം, എന്നെക്കുറിച്ച് സ്തുതിക്കണ്ട എന്ന് വാക്കുകൾ പൃഥു ഉപസംഹരിക്കാം. അവരെ തടഞ്ഞു എന്നർത്ഥം സ്തുതിയിൽ നിന്ന്. വയം ത്വവിദിതാലോകേ ഭൂതാദ്യാഭിവരീമഭി കർമ്മഭി കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. ഹേ ഭൂത, വയം തു അദ്യാപി വരീമഭി കർമ്മഭിഃ ലോകേ അവിദിതാഃ ആത്മാനം ബാലവത് കഥം ഗാപയിഷ്യാമ. വയം ത്വവിദിതാ ലോകേ ഭൂതാദ്യാഭിവരീമഭി കർമ്മഭിഃ കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. വയം ത്വവിദിതാ ലോകേ ഭൂതാദ്യാഭിവരീമഭി കർമ്മഭിഃ കഥമാത്മാനം ഗാപയിഷ്യാമ ബാലവത്. അതുകൊണ്ട് നിങ്ങൾ സ്തുതിക്കണ്ട എന്ന് അവരെ വിലക്കി നിർത്തി. അതോടുകൂടി ആ അധ്യായം സമാപിച്ചു. ഇന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം തീർത്തിട്ട് ഇന്ന് വലിയ അധ്യായത്തിലേക്ക് കിടക്കാം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ സാങ്കേതിക തടസ്സം കൊണ്ട് പറ്റാതെ പോയി. ഇനി നമുക്ക് ഇന്ന് അടുത്ത 16-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. മൈത്രേയ ഉവാച ഇതി ബ്രുവാണം നൃപതിം ഗായകാ മുനിചോദിതാം തുഷ്ടുവുസ്തുഷ്ടമനസഃ തദ്വാഗമൃതസേവയാം. ഇതി ബ്രുവാണം നൃപതി, ഇങ്ങനെ പറയുന്ന ആ രാജാവിനെ മുനിചോദിതാഹ ഗായകാഹ, മഹർഷിമാരാൽ പ്രചോദിപ്പിക്കപ്പെട്ടവരായ സ്തുതിപാഠകന്മാർ, ഗായകന്മാർ. ഇതി ബ്രുവാണം നൃപതി, ഇങ്ങനെ പറഞ്ഞ പൃഥ്വിരാജാവിനെ മഹർഷിമാരുടെ നിർദ്ദേശം അനുസരിച്ച് സ്തുതിപാഠകന്മാർ തുഷ്ടുഹു, സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നെക്കുറിച്ച് സ്തുതിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും മഹർഷിമാര് പറഞ്ഞു, അല്ല, അദ്ദേഹത്തിന് എളിമ കൊണ്ട് പറയുന്നതാണ്. ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഗുണങ്ങൾ, ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ഭഗവാനെ കുറിച്ച് സ്തുതിച്ചാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ആയല്ലോ. അതുകൊണ്ട് നിങ്ങൾ സ്തുതി മുടക്കണ്ട, സ്തുതിച്ചോളൂ എന്ന് ഉള്ള മഹർഷിമാരുടെ വാക്ക് കേട്ടിട്ട് തുഷ്ടുഹു, സ്തുതിച്ചു. തുഷ്ടമനസഃ തദ്വാഗ് അമൃതസേവയ. തുഷ്ടമനസസ്തദ്വാഗ് അമൃതസേവയ. തുഷ്ടുവുഹു തുഷ്ടമനസഃ, സന്തുഷ്ടമായ മനസ്സോടെ സ്തുതിച്ചു. തുഷ്ടമനസഃ തുഷ്ടുവുഹു. തദ്വാഗ്, അദ്ദേഹത്തിന്റെ വാക്കിനെ, തദ്വാഗ് അമൃതസേവയ, അമൃതിന്റെ സേവ കൊണ്ട് എന്ന പോലെ സന്തോഷിച്ചവരായിട്ട്. മുനിമാർ പൃഥുവിനെ കുറിച്ച് പാടിപ്പുകഴ്ത്താൻ, കീർത്തിക്കാൻ പറഞ്ഞപ്പോൾ രാജാവിനെ കുറിച്ച് സ്തുതിക്കാൻ ആരംഭിച്ചു. അത് രാജാവിന്റെ വാക്കാകുന്ന അമൃതം സേവിച്ചതുകൊണ്ട് സന്തോഷിച്ചവരായ ഭൂതന്മാർ, മാഗധന്മാർ. ഇത്രയും സമയം പറഞ്ഞ പൃഥുവിന്റെ വാക്കാകുന്ന അമൃതം ആസ്വദിച്ചവരായ സ്തുതിപാഠകന്മാർ. തദ്വാഗ് അമൃതസേവയ, പൃഥുവിന്റെ വാക്കുകൾ അമൃതുപോലെ സേവിച്ചവരായ ആ മാഗധന്മാർ, സ്തുതിപാഠകന്മാർ, മുനിചോദിതന്മാരായിട്ട് നൃപതിം തുഷ്ടുഹു, രാജാവിനെ സ്തുതിച്ചു. ഇതി ബ്രുവാണം നൃപതിം ഗായകാ മുനിചോദിതാം തുഷ്ടുവുസ്തുഷ്ടമനസഃ തദ്വാഗ് അമൃതസേവയാം. ഇതി ബ്രുവാണം നൃപതിം മുനിചോദിതാഃ ഗായകാഃ തദ്വാഗ് അമൃതസേവയാം തുഷ്ടമനസഃ തുഷ്ടുഃ. ഇതി ബ്രുവാണം നൃപതിം ഗായകാ മുനിചോദിതാം തുഷ്ടുവുസ്തുഷ്ടമനസസ്തദ്വാഗ് അമൃതസേവയാം. ഇതി ബ്രുവാണം നൃപതിം ഗായകാ മുനിചോദിതാം തുഷ്ടുവുസ്തുഷ്ടമനസസ്തദ്വാഗ് അമൃതസേവയാം. നാലം വയം തേ നാലം വയം തേ മഹിമാനുവർണ്ണനേ
യോ ദേവവര്യോ വതതാരമായയാം വേനങ്കജാതഫ്യച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധ്യാം. ന അലം, സമർത്ഥരല്ല, പര്യാപ്തരല്ല. നാലം, വയം, ഞങ്ങൾ, തേ, അങ്ങയുടെ, മഹിമ അനുവർണ്ണനെ, അങ്ങയുടെ മാഹാത്മ്യം വർണ്ണിക്കുവാൻ ഞങ്ങൾ ശക്തരല്ല, കഴിവുള്ളവരല്ല. ഇവിടെ മുതൽ സ്തുതി ആരംഭിക്കാം. നാലം, വയം തേ മഹിമ അനുവർണ്ണനെ. തേ മഹിമാനുവർണ്ണനെ, അങ്ങയുടെ മാഹാത്മ്യത്തെ വീണ്ടും വീണ്ടും വർണ്ണിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, കഴിവില്ല, ഞങ്ങൾ പര്യാപ്തരല്ല. എന്താ കാരണം? യഹ, യാതൊരുവൻ. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പൃഥ്വിരാജാവെന്ന യാതൊരുവൻ, ദേവവര്യോ, ഈ ദേവവര്യൻ, ദേവന്മാരാൽ വരിക്കപ്പെടുന്നവൻ, ശ്രേഷ്ഠൻ എന്നർത്ഥം. ദേവവര്യൻ അവതതാര, അവതരിച്ചിരിക്കുന്നു, മായ കൊണ്ട്. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പൃഥു സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. മായ കൊണ്ടാണ് അവതാരങ്ങൾ പലതും സ്വീകരിക്കുന്നത്. അങ്ങനെ മായ കൊണ്ട് അവതാരം സ്വീകരിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നവനാണ് അങ്ങ്. ശ്രേഷ്ഠനായ അവതാരമാണ് അങ്ങ്. വേനാംഗജാതസ്യച പൗരുഷാണിതേ, വേനന്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായവനായ അങ്ങ്. വേന അംഗജാതസ്യ, വേനന്റെ അംഗത്തിൽ നിന്നും ജനിച്ച, തേ പൗരുഷാണി, അങ്ങയുടെ പൗരുഷങ്ങളെ, വാചസ്പതീനാമവി, ബൃഹസ്പതിക്ക് പോലും. വാക്കുകളുടെ പതിയാണ് വാചസ്പതി, ബൃഹസ്പതി എന്നർത്ഥം. വാചസ്പതീനാം അപി, ബൃഹസ്പതിക്ക് പോലും, ബഭ്രുമുഹു ധിയഃ, ധിയഃ ബുദ്ധിയെ, ബഭ്രമുഹു പരിഭ്രമിപ്പിച്ചിരിക്കുന്നു. വാചസ്പതിക്ക് പോലും ബുദ്ധിക്ക് ഭ്രമമുണ്ടായിരിക്കുന്നു. ബുദ്ധി ഉറച്ചു നിൽക്കാതെ ചഞ്ചലമായി മാറിയിരിക്കുന്നു. വാക്പതികളായിരിക്കുന്ന ബൃഹസ്പതി, ബ്രഹ്മാവ്, ഇവരെല്ലാം വാക്പതികൾ എന്ന് വിളിക്കാം. അവരുടെ ബുദ്ധിവൃത്തികൾക്ക് ഇപ്പോൾ ഒരു ഭ്രമം സംഭവിച്ചിരിക്കുന്നു. കാരണം എന്താണ്? വേനന്റെ ശരീരത്തിൽ നിന്നും അവതരിച്ച അങ്ങയുടെ പരാക്രമം വർണ്ണിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, ധാരാളം, എണ്ണിയാൽ ഒടുങ്ങില്ല. അവർക്ക് പോലും കഴിവില്ല എന്ന് പറഞ്ഞ് അവർ നിർത്തിവെച്ച ഈ ഒരു സ്തുതി ഞങ്ങൾ ഏറ്റെടുത്ത് എങ്ങനെ സ്തുതിക്കാൻ പറ്റും? അവരുടെ അടുത്തുപോയി നിൽക്കാനുള്ള യോഗ്യതയില്ലാത്തവരാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾ അപര്യാപ്തരാണ് എന്ന ആമുഖത്തോടെ സ്തുതി ആരംഭിക്കാം. നാലം, വയം തേ മഹിമ അനുവർണ്ണനേ, യോ ദേവവര്യോ വതതാരമായയാം വേനങ്കജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധ്യാം. ദേവവര്യഃ യഃ മായയാ അവതതാര, തേ മഹിമാനുവർണ്ണനേ വയം ന അലം, വേനങ്കജാതസ്യ തേ പൗരുഷാണി വാചസ്പതീനാമപി ധിയഃ ബഭ്രമു. നാലം, വയം തേ മഹിമാനുവർണ്ണനേ, യോ ദേവവര്യോ വതതാരമായയാം വേനങ്കജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധ്യാം. നാലം, വയം തേ മഹിമാനുവർണ്ണനേ, യോ ദേവവര്യോ വതതാരമായയാം വേനങ്കജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധ്യാം. നാലം, വയം തേ മഹിമാനുവർണ്ണനേ, യോ ദേവവര്യോ വതതാരമായയാം വേനങ്കജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധ്യാം. അഥാപ്യുദാരശ്രവസപ്രഥോർഹരേ, കലാവതാരശ്ച കഥാമൃതാദൃതാഃ, യഥോപദേശം മുനിഭിഃ പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹി.
അഥാ അപി അഥാപി എന്നാലും ഉദാരശ്രവസ ഉദാരമായ കീർത്തിയോട് കൂടിയവൻ, ഉദാരശ്രവസ കീർത്തിയോട് കൂടിയവന്റെ. അപ്പൊ സ്തുതിക്കാൻ കഴിവില്ലെങ്കിൽ സ്തുതിക്കാതിരുന്നാ പോരെ? എന്തിനാ ഈ കഴിയാത്ത ജോലി ഏറ്റെടുക്കാൻ പോകുന്നത്? ബ്രഹ്മാവിനും വാഗ്പതിക്കും ഒന്നും പറ്റാത്തതായ ഒരു വലിയ പ്രവൃത്തിയാണ് ഇത്. ഞങ്ങൾ ഇതിലെങ്ങനെ സമർത്ഥരാകും എന്ന് ബോധ്യമുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന പോരെ? എന്തിന് സ്തുതിക്കാൻ പുറപ്പെട്ടു എന്നാണെങ്കിൽ അഥാപി എന്നാലും ഉദാരശ്രവസ ഹരേഹ പ്രഥോഹു, ഉദാരശ്രവസായ ഹരി എന്ന ഈ പ്രഭുവിന്റെ അല്ല, ഞാൻ ക്ലാസ്സിലാണല്ലോ. ഉദാരശ്രവസ പ്രഥോഹ ഹരേഹ, ഹരിയുടെ അംശാവതാരമായിരിക്കുന്ന ഈ പൃഥുവിന്റെ കലാവതാരസ്യ, ഹരേഹി കലാവതാരസ്യ, സാക്ഷാൽ ഭഗവാന്റെ ഒരംശം കൊണ്ട് അവതരിച്ചിരിക്കുന്ന ഈ പൃഥുവിന്റെ കഥാമൃത ആദൃതാഹ, കഥാമൃതം കൊണ്ട് ആദരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. കഥാമൃത ആദൃതാഹ, കഥാമൃതം കൊണ്ട് ആദൃതന്മാരാണ്, ആദരിക്കപ്പെട്ടവരാണ്. പൃഥുവിൻ്റെ കഥ കൊണ്ട് ഞങ്ങൾ ആദരിക്കപ്പെട്ടവരാണ്. കാരണം ഭഗവൻ മഹിമകൾ കീർത്തിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കീർത്തിയും യശസ്സും ഉണ്ടാകുന്നത്. ഞങ്ങളെ ആദരിക്കുന്ന അങ്ങനെയാണ്. മനുഷ്യഭാവത്തെ കീർത്തിക്കുന്നതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഭഗവാന്റെ അവതാരമായിരിക്കുന്ന ഈ പൃഥുവിനെ കീർത്തിക്കുന്നത് കൊണ്ട് ആദരിക്കപ്പെട്ടവരായിത്തീരുന്നു. യഥോപദേശം മുനിഭി പ്രചോദിതാഹം. ഇത് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടങ്ങ് സ്തുതിക്കാൻ പുറപ്പെട്ടതല്ല. യഥോപദേശം മുനിഭി, മുനിമാരുടെ നിർദ്ദേശമാണ്, അത് അനുസരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രചോദിതാഹ, അതുകൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ടവരാണ്. മഹർഷിമാർ ആവശ്യപ്പെട്ടാൽ പറ്റില്ല, നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനുസരണശീലമുള്ള ഞങ്ങൾ ആ മഹർഷിമാരുടെ വാക്കുകൾ ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ട് അവരുടെ ഉപദേശമനുസരിച്ചിട്ടാണ് സ്തുതിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടാനുസരണം കഴിവില്ല എങ്കിലും സ്തുതിക്കാൻ വിചാരിച്ചല്ല. രണ്ട് കാരണം. ഒന്ന്, ഭഗവാന്റെ അവതാരമാണ് പൃഥു എന്നുള്ളത് കൊണ്ട് അത് സ്തുതിച്ചാൽ ഞങ്ങൾ ആദരിക്കപ്പെട്ടവരായിത്തീരും. രണ്ട്, മുനിമാർ ഞങ്ങളെ പ്രചോദിപ്പിച്ചു, നിങ്ങൾ സ്തുതിക്കൂ എന്ന് പറഞ്ഞു. ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹീം, ശ്ലാഘ്യങ്ങളായ കർമ്മങ്ങളെ, കീർത്തിക്കപ്പെടേണ്ടതായ കർമ്മങ്ങളെ വയം ഞങ്ങൾ വിതന്മഹി വിസ്തരിക്കാൻ പോകുന്നു. എത്ര കർമ്മങ്ങളാണ് ഭഗവാന്റെ! എത്ര അവതാരങ്ങൾ സ്വീകരിച്ച് എത്രയെത്ര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്! ഇതൊക്കെ കീർത്തിക്കാൻ പുറപ്പെട്ടാൽ അടുത്ത കാലത്തെങ്ങും വർണ്ണിച്ചു തരില്ല, അതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അനന്തകീർത്തി ആണെങ്കിൽ പോലും അങ്ങയുടെ കീർത്തികളെ സ്തുതിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഭഗവത് സ്വരൂപത്തിൻ്റെ മഹാത്മ്യങ്ങൾ ഓരോന്നെടുത്ത് സാക്ഷ്യങ്ങളായ അങ്ങയുടെ കർമ്മങ്ങളെക്കുറിച്ച് വിതന്മഹി വിസ്തരിക്കുന്നു. ഞങ്ങൾ വിസ്തരിച്ച് പറയാൻ പോവാണ്. ഈ ആമുഖത്തോടു കൂടിയാണ് ഇവർ സ്തുതിക്കാൻ പുറപ്പെടുന്നത്. അഥാപ്യുദാരശ്രവസപ്രഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാം യഥോപദേശം മുനിഭി പ്രചോദിതാശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹീം. അഥാപി ഹരേഃ കലാവതാരസ്യ ഹരേഃ ഉദാരശ്രവസഃ പ്രഥോഃ തവ കഥാമൃതാദൃതാഃ വയം മുനിഭി പ്രചോദിതാഃ യഥോപദേശം ശ്ലാഘ്യാനി കർമാണി വിതന്മഹി. അഥപ്യുദാരശ്രവസപ്രഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാം യഥോപദേശം മുനിഭി പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി. അഥപ്യുദാരശ്രവസപ്രഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാം യഥോപദേശം മുനിഭി പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി.
അധപ്യുദാരസ്രവഭ കലാവതാരഫ്യകഥാമൃതാദൃത യഥോപദേശം മുനിഭി പ്രചോദിത ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹീം ഏഷ വൈ ലോകപാലാനാം വ്യഭർത്യേകസ്തനൂതനൂഃ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഏഷ വൈ ഇവനാകട്ടെ, ഈ പൃഥുവാകട്ടെ, ലോകപാലാനാം ലോകപാലന്മാരുടെ ബിഭർത്തി ധരിക്കുന്നു, തനൗ ശരീരത്തിൽ, തനൂഹു ബിഭർത്തി. ഏഷ വൈ ഇവന്റെ ശരീരത്തിൽ, തനൗ ഇവന്റെ ശരീരത്തില് ലോകപാലന്മാരുടെ തനുക്കളെ, ശരീരങ്ങളെ ധരിക്കുന്നു. രാജാക്കന്മാരുടെ ശരീരത്തിൽ ലോകപാലന്മാരായ 8 പേരുടെയും ശക്തി സംക്രമിക്കുന്നു എന്ന് അർത്ഥശാസ്ത്രങ്ങൾ രാജാക്കന്മാരെ കുറിച്ച് വർണ്ണിക്കാറുണ്ട്. അതുകൊണ്ട് രാജാക്കന്മാരിൽ ലോകത്തെ പാലിക്കാൻ പറ്റുന്നവർ ഇന്ദ്രാദികളായ അഷ്ടദിക്പാലകന്മാരാണ്. അവർക്ക് 8 പേർക്കും അതിനുള്ള കഴിവുണ്ട്. ഒരു ശ്ലോകം വിട്ടുപോയി അല്ലേ? ഏഷധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താജ ധർമ്മഭേദൂനാം ശാസ്താ തത്പരിപന്ഥിനാം. ഏഷ ഇവൻ ധർമ്മഭൃതാം ശ്രേഷ്ഠ, ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ലോകം ധർമ്മേ അനുവർത്തയൻ, ലോകം ധർമ്മത്തിൽ അനുവർത്തിക്കുന്നതുമാണ്. ധർമ്മത്തെ അനുസരിക്കുന്നവരാണ് ലോകം. അങ്ങനെയുള്ള ധർമ്മത്തെ ധരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഇദ്ദേഹം. ഗോപ്താച രക്ഷിതാവാണ്. ധർമ്മഫേതൂനാം ധർമ്മത്തിന്റെ ചിറകൾ സംരക്ഷിക്കുന്നവനാണ്. ശാസ്ത ഉപദേശിക്കുന്നവനാണ്. തത്പരിപന്ഥിനാം ശത്രുക്കൾക്ക് പോലും ഉപദേശകനുമാണ്. ഇത്രയും യോഗ്യതകൾ ഇദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. ഒരാൾക്ക് ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ലോകത്തെ മുഴുവൻ ധർമ്മം തെറ്റാതെ നടത്തിക്കാൻ, സഞ്ചരിപ്പിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് പൃഥുവിന് കഴിയും. എനിക്ക് വേണമെങ്കിൽ ധർമാനുസരണം ജീവിക്കാം, ധാർമ്മികമായ വഴിയിൽ കൂടി സഞ്ചരിക്കാം, ഇതിഹാസ പുരാണങ്ങൾ പഠിപ്പിച്ച വഴിയിൽ കൂടി പോകാം. ഇതൊക്കെ എനിക്ക് ചെയ്യാം. പക്ഷെ ഇത് ലോകത്തിലുള്ള എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേ അനുവർത്തേ ധർമ്മസേതൂനാം ഗുപ്ത. ധർമ്മങ്ങൾക്ക് ഒരു ചിറയുണ്ട്, ഒരതിരുണ്ട്. ഇത് ധർമ്മം, ഇത് അധർമ്മം എന്നിങ്ങനെ അതിന് അതിര് വെച്ചിട്ടുണ്ട്. ധർമ്മത്തിന്റെ അതിർത്തികൾ ശരിക്കും പരിപാലിക്കുന്നവനാണ് ഇദ്ദേഹം. ആ അതിർത്തി പൊട്ടിച്ച് അപ്പുറത്ത് കടന്ന് അധർമ്മത്തിലേക്ക് പോവില്ല. അതേപോലെ ശത്രുക്കളെപ്പോലും ഉപദേശിക്കാൻ കരുത്തുള്ളവനാണ്. ശത്രുക്കൾ ഒരിക്കലും നമ്മുടെ ഉപദേശം കേൾക്കില്ല. ശാസ്താച പരിപന്ഥിനാം, പരിപന്ധികൾ ശത്രുക്കൾ, ശത്രുക്കളുടെ ശാസ്താവുമാണ്. ശാസ്താവ് എന്ന് വെച്ചാൽ ഉപദേശിക്കുന്നവൻ. ശാസ്തീതി ശാസ്ത, ശാസിക്കുന്നവനാണ് ശാസ്താവ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ യോഗ്യത കണ്ടാണ് സ്തുതിക്കാൻ ആരംഭിക്കുന്നത്. ഒന്ന്, ഇദ്ദേഹം ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവനാണ്. 2, ലോകത്തെ ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിപ്പിക്കാൻ പറ്റുന്നവനാണ്. 3, ധർമ്മത്തിന്റെ ചിറകൾ സംരക്ഷിക്കുന്നവനാണ്. 4, ശത്രുക്കൾക്ക് പോലും ഉപദേശകനാണ്. ഈ 4 പ്രധാനപ്പെട്ട യോഗ്യതയുള്ള ഒരാളെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ സ്തുതിക്കാൻ പോകുന്നു. ഏഷ ധർമ്മപ്രദാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താജ ധർമ്മഭേദൂനാം ശാസ്താ തത്പരിപന്ഥിനാം. ലോകം ധർമ്മേ അനുവർത്തയൻ ധർമ്മഭേദൂനാം ഗോപ്താച തത്പരിപന്ഥിനാം ശാസ്ത
ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠ, ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ, ഗോപ്താ ച ധർമ്മഭേദൂനാം ശാസ്താ തത്പരിബന്ധിനാം. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ, ഗോപ്താ ച ധർമ്മഭേദൂനാം ശാസ്താ തത്പരിബന്ധിനാം. ഏഷ വൈ ലോകപാലാനം ബിഭർത്യകസ്തനൗതനൂഃ, കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഏഷ വൈ, ഇവൻ തീർച്ചയായിട്ടും ലോകപാലന്മാരുടെ ശരീരം ഉൾക്കൊള്ളുന്നവനാണ്. ഇന്ദ്രാദികളായ 8 ദിക്പാലകന്മാർ, 8 ദിക്കിനെയും പാലിക്കുന്ന രാജാക്കന്മാരാണ് ഇവരൊക്കെ, അഷ്ടദിക്പാലകന്മാർ. അവർക്കേ അറിയൂ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, പാലിക്കേണ്ടത്. അവരുടെ ശരീരത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ 8 അംശങ്ങളെ ചേർത്ത് കൊടുത്തിട്ടാണ് 8ആക്കി മാറ്റിയിരിക്കുന്നത്. വിഷ്ണു സംരക്ഷകനാണ്, പരിപാലകനാണ്. വിഷ്ണുവിൻ്റെ തേജസ് മുഴുവൻ രാജാക്കന്മാരിലുണ്ട്, അഷ്ടദിക്പാലകന്മാരിലൂടെ. അങ്ങനെയുള്ള ഈ രാജാവിൻ്റെ ശരീരത്തിൽ അഷ്ടദിക്പാലകന്മാരുടെ തേജസ്സുണ്ട്. ഓരോരുത്തരുടെയും ശരീരം ഈ ശരീരത്തിൽ ഉണ്ട്. ലോകപാലാനാം തനൂഹു, ലോകപാലന്മാരുടെ തനുക്കളെ, ശരീരങ്ങളെ, തനൂ ബിഭർത്തി, തൻ്റെ ശരീരത്തിൽ ധരിക്കുന്നു. കാലേ കാലേ, അതാതു കാലങ്ങളിൽ, യഥാഭാഗം, അതിൻ്റെ ഭാഗമനുസരിച്ച്, ലോകയോഹോ ഉഭയോഹോ ഹിതം, 2 ലോകങ്ങളുടെയും ഹിതം അനുസരിച്ചിട്ട് അതാത് കാലത്തിൽ ആവശ്യമായിരിക്കുന്ന പ്രവൃത്തികൾ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. യഥാകാലേ യഥാഭാഗം, ലോകയോഹോ ഉഭയോഹോ ഹിതം, ഭൂലോകത്തിൻ്റെയും സ്വർഗലോകത്തിൻ്റെയും ഹിതം എന്ന് വെച്ചാൽ ഇഷ്ടം അല്ല, വേണ്ടത് എന്നർത്ഥം. ഭൂലോകത്തിൽ വേണ്ടത്, സ്വർലോകത്തിൽ വേണ്ടത്. സ്വർലോകത്തിൽ വേണ്ടത് എന്താണ്? യജ്ഞങ്ങൾ. അത് ഇദ്ദേഹം ഈ ഭൂമിയിൽ ചെയ്യും. പിന്നെ ഈ ഭൂലോകത്തിന് വേണ്ടത് എങ്ങനെയാണ്? സസ്യസമൃദ്ധമായി ഭൂമിയെ സംരക്ഷിക്കൽ. ഈ 2 പ്രവൃത്തി ഇദ്ദേഹം ചെയ്യും. 2 ലോകങ്ങൾക്കും വേണ്ട വിഭവങ്ങളൊക്കെ അവരുടെ ഹിതത്തെ കാലമനുസരിച്ചിട്ട്, ഭാഗമനുസരിച്ചിട്ട് ഇദ്ദേഹം നിരന്തരമായും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലോകത്തിൽ അറിയപ്പെടുന്നവനായി തീരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്തുതിക്കാമല്ലോ. ഇതാണ് ഈ സ്തുതിയുടെ താല്പര്യം എന്ന് ആദ്യം തന്നെ പറയാണ്. ലോകത്തില് യജ്ഞാദികളായ ധർമ്മങ്ങളെ മുടക്കം കൂടാതെ രാജാവ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? യജ്ഞം ചെയ്യുന്നതിൻ്റെ പരിണതഫലമായി ആ യജ്ഞധൂമങ്ങൾ മുകളിൽ പോയി അത് മേഘമാലകളായി മഴ പൊഴിച്ച് ഭൂമിയെ സമൃദ്ധമാക്കി മാറ്റും. യജ്ഞം ചെയ്യുന്നത് കൊണ്ടേ വൃഷ്ടി ഉണ്ടാകുകയുള്ളൂ. മഴ യഥാകാലം ഉണ്ടാകണമെങ്കിൽ അനുസ്യൂതമായ യജ്ഞം നടക്കണം വേണ്ട വിധത്തിൽ. അതുകൊണ്ടാണ് മഴക്കാറുണ്ടായി ധാരാളം മഴ പൊഴിച്ചു വരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഈ ലോകത്തിന് ഹിതം ഉണ്ടാക്കുന്നത് കൊണ്ട് ലോകപാലന്മാരുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും ഒക്കെ അംശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. രാജത്വത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ സ്തുതിക്കണം. ഈ അഷ്ടദിക്പാലന്മാരുടെ മഹത്വം എങ്ങനെയാണ് ഇദ്ദേഹത്തിൽ സംക്രമിച്ചതെന്ന് 5-8 ശ്ലോകത്തിൽ കൂടി വിസ്തരിച്ച് പറയാൻ പോവാം. ഏഷ വൈ ലോകപാലാനം ബിഭർത്യകസ്തനൗതനൂഃ, കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഏഷ വൈ ലോകപാലാനാം തനൂഃ, തനൂ ബിഭർത്തി, കാലേ കാലേ യഥാഭാഗം ഉഭയോഃ ലോകയോഃ ഹിതം. ഏഷ വൈ ലോകപാലാനാം ബിഭർത്യകസ്തനൗതനൂഃ,
കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം ഏഷ വൈ ലോകപാനാനാം ബിഭർത്യേകസ്തനോതനു കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം ബഹുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമഃ സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. വഫുഞ്ച ധനം. കാലേ കാലത്തിൽ, ഉപാദത്തെ സ്വീകരിക്കുന്നു. കാലേ ചായം കാലമാകുമ്പോൾ ഈ ധനത്തെ വിമുഞ്ചതി മോചിപ്പിക്കുന്നു വെച്ചാൽ വിതരണം ചെയ്യുന്നു അർത്ഥം. കാലാകാലങ്ങൾ ധനം ഉണ്ടാക്കി വയ്ക്കും, അതേപോലെ കാലാകാലങ്ങൾ അത് ചിലവഴിക്കുകയും ചെയ്യും. ബഹുകാലേ ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമഃ സർവേഷു ഭൂതേഷു. എല്ലാ ഭൂതങ്ങളിലും സമമാണ്, സമചിന്തയാണ്. പ്രതപൻ തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യവത്, സൂര്യനെ പോലെ വിഭു, വിഭുവായ സമർത്ഥനായിരിക്കുന്ന ഇദ്ദേഹം സൂര്യനെ പോലെ പ്രതപൻ അവിടെ തപിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ ധനത്തെ ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യും. ഇനിയും രാജാക്കന്മാരുടെ മറ്റൊരു ഭരണഭാരഥ്യത്തിന്റെ ചുമതലയാണ് ടാക്സ് പിരിച്ച് ധനമുണ്ടാക്കുക. ധനാഗമ മാർഗങ്ങൾ ഒന്നാമത്തേത് ടാക്സാണ്. കരം പിരിക്കുക, എല്ലാവരിൽ നിന്നും കരം പിരിക്കണം. ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങളിൽ നിന്നും കരം പിരിക്കണം. കാരണം അവരൊക്കെ ജീവിക്കുന്നത് ഈ രാജാവ് ഭരിക്കുന്ന ലോകത്തിലാണ്. ഭൂ ഉടമയാണ് രാജാവ്, ഭൂപതിയാണ് രാജാവ്, ഭൂമിയുടെ പതിയാണ്, നായകനാണ്, ഭർത്താവാണ് രാജാവ്. അപ്പൊ ഭൂമി ഭരിക്കുന്നത് രാജാവാണ്. ആ രാജാവ് അതിനുള്ള സമ്പത്ത് ഭൂമിയിൽ തന്നെ കണ്ടെത്തണം. അപ്പൊ ഭൂമിയിലെ പ്രജകൾക്കായിട്ട് ഈ സ്ഥലം വിഭാഗിച്ചു കൊടുത്തിട്ട് അവര് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന എല്ലാവിധ സമ്പത്തിൻ്റെയും 6.5 രാജാവിന് വരണം. ഷഷ്ടാംശ ഉർവ്യായി വരക്ഷിതായ 6.5 കരമായി സ്വീകരിക്കണം എല്ലാവരിൽ നിന്നും. ഭൂമിക്ക് കരമുണ്ട്, ജലത്തിന് കരമുണ്ട്, അഗ്നിക്ക് കരമുണ്ട്, അതേപോലെ അവിടെ നട്ടുവളർത്തുന്ന ഓരോ വൃക്ഷങ്ങൾക്കും കരമുണ്ട്, ഏത് ജോലിക്കും കരമുണ്ട്. യാചകൻ പോലും കരം കൊടുക്കണം. രാജാവിൻ്റെ ഭൂമിയിലാണ് യാചകവൃത്തി ചെയ്യുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനൊരംശം രാജാവിന് കൊടുക്കണം. എന്നല്ല, സകല ജീവജാലങ്ങളിൽ നിന്നും കരം പിരിക്കാൻ പറ്റും. ഓരോ വൃക്ഷങ്ങൾക്കും കരമുണ്ട്, കൃഷിക്ക് കരമുണ്ട്, എല്ലാത്തിനും കരമുണ്ട്. അങ്ങനെ ഈ രാജാവ് എല്ലാവരിൽ നിന്നും കരം പിരിക്കും. ക്ഷേത്രങ്ങളിൽ നിന്ന്, ആശ്രമങ്ങളിൽ നിന്ന് ഒക്കെ കരം പിരിക്കും. കാരണം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന രാജാവിൻ്റെ രാജ്യത്താണ്. അപ്പൊ അതിൽ നിന്നുമുള്ള ഒരംശം രാജാവിന് കൊടുക്കണം. ഇവർ കാശ് കൊടുക്കാതല്ല, ഇവർ ഇതുകൊണ്ട് ചെയ്യുന്ന പുണ്യത്തിന്റെ ഒരംശം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാർ അവരുടെ തപസ്സിന്റെ ഒരംശം രാജാവിന് കൊടുക്കണം. കാരണം തപോധനന്മാർക്ക് വേറെ ധനമില്ലല്ലോ, അവരുടെ ധനം തപസ്സാണ്. ആ ധനത്തിന്റെ ഒരംശം എന്നുവെച്ചാൽ തപസ്സിന്റെ ഒരംശം ആർക്ക് കൊടുക്കണം? രാജാവിന് കൊടുക്കണം. ഇങ്ങനെ എല്ലാ വിധത്തിലും, ഇപ്പൊ ധനം മാത്രമല്ല, എല്ലാവിധ സമ്പത്തുകളും. ഇനിയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സമ്പത്ത് മുഴുവൻ പ്രജകൾക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം. വെള്ളക്കരം 10 രൂപ മേടിച്ചെങ്കിൽ 100 രൂപയ്ക്ക് വെള്ളം അങ്ങോട്ട് കൊടുത്ത് അവരെ കൃഷി ചെയ്യാൻ സഹായിക്കണം.
ഇത് ഇതുപോലെയാണ്. സൂര്യൻ തൻ്റെ രശ്മികൾ കൊണ്ട് ഭൂമിയിൽ ഉണ്ട് സൗന്ദര്യത്തിലും വെള്ളം എടുത്തിട്ട് അത് മുകളിലേക്ക് കൊണ്ടുപോയി നീരാവിയാക്കി അത് മഴയാക്കി സമുദ്രത്തിന് മാത്രമല്ല ഭൂമിയിൽ മുഴുവൻ പൊഴിച്ചു കൊടുക്കും. നോക്കൂ, സൂര്യൻ എടുക്കുന്നതിൻ്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് രാജാവ് പിരിക്കുന്ന കരത്തിന്റെ 10 മടങ്ങ് പ്രജകൾക്ക് വേണ്ടി തിരിച്ചു കൊടുക്കും. ഇത് രാജധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. അതിന് സൂര്യനെ ഉദാഹരിച്ച് കാണിച്ചിരിക്കുകയാണ്. പ്രതപൻ സൂര്യവത്, തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെ ആയിരിക്കണം രാജാവ്. ഈ പ്രഭു, വിഭുവായ ഈ പ്രഭു അങ്ങനെയുള്ളവരാണ്. എല്ലാ ഭൂതങ്ങളിലും സൂര്യന് സമമാണ്. അതുപോലെയാണ് ഈ രാജാവ്. സൂര്യന് വലിപ്പത്തിലപ്പോൾ ഒന്നിലുമില്ല. ചിലക്ക് ഇത്തിരി കുറച്ച് വെളിച്ചം കൊടുക്കുക. അവൻ അറിവില്ലാത്തവനാണ്, അവൻ കഴിവില്ലാത്തവനാണ്, അവൻ തീരെ ഹീനജാതിയിൽപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തയും സൂര്യനില്ല. സൂര്യന്റെ പ്രകാശരശ്മി എല്ലാവരിലും, പാപകർമ്മം ചെയ്യുന്നവരിലും പുണ്യകർമ്മം ചെയ്യുന്നവരിലും ദുഷ്ടന്മാരിലും ശത്രുക്കളിലും ഒക്കെ ഒരുപോലെ ചെന്നെത്തും. ഇതുപോലെയാണ് രാജാവ് പിരിക്കുന്ന ഈ കരം എല്ലാവരിലേക്കും കൊണ്ടെത്തിക്കും. ശത്രുക്കൾ പോലും എത്തിക്കും. ഭേദചിന്ത ഇല്ലാത്തവനാണ് രാജാവ്. ഇത് പൃഥുവിന്റെ മഹത്വമാണ്. നമുക്ക് സ്തുതിക്കാനൊന്നുമില്ല, എന്തുമാത്രം സ്തുതിക്കാനുണ്ട്. ഇത് രാജധർമ്മത്തെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ വിശദമായി പറയുന്ന കാര്യങ്ങൾ ഭാഗവതത്തിലേക്ക് സംക്രമിപ്പിക്കാൻ വ്യാസം ചെയ്തു. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. സർവേഷു ഭൂതേഷു സമഃ സൂര്യവത് പ്രതപൻ വിഭു അയം കാലേ വസു ഉപാദത്തെ കാലേ വിമുഞ്ചതി ച. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭു. തിതിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമപി ഭൂതാനാം കരുണശശ്വത് ആർത്താനാം ക്ഷിതിവൃത്തിമാൻ. തിതിക്ഷതി അക്രമം, അക്രമത്തെ സഹിക്കുന്നു. തിതിക്ഷ സഹനശക്തിയാണ്, ക്ഷമിക്കാനുള്ള കഴിവാണ്. അക്രമം തിതിക്ഷതി, തിതിക്ഷത്യക്രമം. വൈന്യ, വേനന്റെ പുത്രൻ പൃഥു. ഉപരി ആക്രമതാമപി, തൻ്റെ മേൽ ആക്രമിക്കുന്നവരെ പോലും ക്ഷമ കാണിക്കും. ഉപരി ആക്രമതാം അപി, ഉപരി എന്ന് വെച്ചാൽ തൻ്റെ മേൽ, ആക്രമതാം അപി ആക്രമിക്കുന്നവരോടും ക്ഷമ കാണിക്കും. ഇതാണ് അടുത്ത കാലത്ത് നമ്മൾ ഗാന്ധിജിയിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പഠിച്ചത്. തന്നെ ആക്രമിക്കുന്നവരോട് കൂടി ക്ഷമ കാണിക്കും. ആധുനിക ലോകം അങ്ങനെയല്ല. ആക്രമിക്കാത്തവരോട് പോലും ക്ഷമിക്കില്ല, ആക്രമിക്കുന്നവരോട് ഒട്ടും ക്ഷമിക്കില്ല. ഈ ഒരു തിതിക്ഷ, ഈ ഒരു ക്ഷമ ആർക്കും വേണം, രാജാക്കന്മാർക്ക് അനിവാര്യമാണ്. ഭൂതാനാം കരുണ ശശ്വത്, ഭൂതങ്ങളുടെ കരുണ എപ്പോഴും കാണിക്കാറുള്ള കാരുണ്യമുള്ളവനാണ് ശശ്വത്, എല്ലായ്പ്പോഴും. ആർത്താനാം ക്ഷിതിവൃത്തിമാൻ, ആർത്തന്മാർക്ക്, ദുഃഖിച്ചിരിക്കുന്നവരുടെ നേരെ എപ്പോഴും കാരുണ്യം കാണിക്കുന്നവനാണ് ഇദ്ദേഹം. ആർത്താനാം ശശ്വത് കരുണ, ആർത്തന്മാരോട് എപ്പോഴും കാരുണ്യം കാണിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനാണ് ഇദ്ദേഹം. ആർക്കാർക്ക് ദുഃഖമുണ്ടാകുന്നുവോ, ആർക്കാർക്ക് ആപത്തുകൾ ഉണ്ടാകുന്നുവോ
ആര് സങ്കടപ്പെടുന്നുവോ അവരുടെ കരുണയുള്ളവനാണ്. എന്നല്ല, ക്ഷിതിവൃത്തിമാൻ ഭൂമിയുടെ സ്വഭാവമുള്ളവനാണ്. ക്ഷിതി ഭൂമി, വൃത്തി സ്വഭാവം. ക്ഷിതിവൃത്തിമാൻ ഭൂമിയുടെ സ്വഭാവം ഉള്ളവനാണ്. എന്താണ് ഭൂമിയുടെ സ്വഭാവം? ക്ഷമ. മുമ്പത്തെ ശ്ലോകത്തിൽ സൂര്യനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യ സാദൃശ്യം രാജാവിനുണ്ടെന്ന് വ്യക്തമായി. ഇപ്പൊ പറയുന്നു ഭൂമിയെപ്പോലാണ് രാജാവ്. ഭൂമി എങ്ങനെയാണ്? എത്ര വെട്ടിക്കളച്ചാലും എത്ര ആഴത്തിൽ കുഴിച്ചാലും ക്ഷമയോടെ ഇരുന്നുകൊള്ളു, എതിർക്കില്ല. ഇത് ഭൂമിയിൽ നിന്ന് പഠിക്കുന്ന ഒരു വലിയ പാഠമാണ്. ഇനിയും ഭാഗവതത്തിൽ ഏകാദശ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വരുന്നതാണ്. അപ്പൊ തന്നോട് അക്രമം കാണിക്കുന്നവരോട് പോലും ക്ഷമ കാണിക്കൽ ഭൂമിയുടെ സ്വഭാവമാണ്. കാരണം തന്നെ കിളച്ചു മറിച്ച് ദ്രോഹിച്ച് ഉപദ്രവിക്കുന്നവരോട് പോലും ഭൂമി ക്ഷമ കാണിക്കും. ഇതേപോലെ തന്നോട് ദ്രോഹിക്കാൻ വരുന്നവരോടും ശത്രുക്കളോട് പോലും ക്ഷമിച്ചാൽ അവർ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്ന് സുഹൃത്തുക്കളായിട്ട് മാറാൻ കഴിയും എന്നുള്ളതാണ് ഈ തത്വത്തിന്റെ സാരം. തിതിക്ഷത്യക്രമം വൈന്യ ഉപരി അക്രമതാമപി ഭൂതാനം കരണശശ്വത് ആർത്താനം ക്ഷിതിവൃത്തിമാൻ. ആർത്താനാം ഭൂതാനാം ശശ്വത്കരുണഃ ക്ഷിതിവൃത്തിമാൻ വൈന്യഃ ഉപരി ആക്രമതാമപി അക്രമം തിതിക്ഷതി. തിതിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമപി ഭൂതാനം കരുണശശ്വതാർത്താനം ക്ഷിതിവൃത്തിമാൻ. തിതിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമപി ഭൂതാനം കരുണശശ്വതാർത്താനം ക്ഷിതിവൃത്തിമാൻ. ദേവേ അവർഷത്യസൗ ദേവോ നരദേവപുർഹരി കൃച്ഛ്രപ്രാണപ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത്. ദേവേ അവർഷതി അസൗ ദേവ. ഇന്ദ്രദേവൻ മഴ പൊഴിക്കാതിരുന്നാൽ ദേവേ അവർഷതി സതി. ദേവൻ വർഷിക്കാതിരുന്നാൽ, വർഷിക്കുന്നതിൻ്റെ ദേവൻ ഇന്ദ്രനാണെന്നാണ് നമ്മുടെ പുരാണ പ്രസിദ്ധമായ സങ്കല്പം. ആ ദേവൻ വർഷിക്കാതിരുന്നാൽ, ഇന്ദ്രൻ മഴ പൊഴിക്കാതിരുന്നാൽ ഇന്ദ്രന്റെ അപ്രീതിയാണ് മഴയ്ക്ക് കാരണം എന്നൊക്കെ ഒരു കാലഘട്ടം വരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ദേവേ അവർഷതി അസൗ ദേവ. ഈ ദേവൻ ആര്? പൃഥു. അസൗ ദേവോ നരദേവപുർ ഹരി. മനുഷ്യ ശരീരം സ്വീകരിച്ച ഹരി. നരദേവ വപുഹു ഹരി. നരദേവന്റെ ശരീരം സ്വീകരിച്ചവനായ ഹരി. കൃച്ഛ്രപ്രാണാഹ പ്രജാഹ്യേഷാം. കൃച്ഛ്രപ്രാണാഹ, വളരെ കഷ്ടത്തിലകപ്പെട്ട പ്രാണനോട് കൂടിയ പ്രജകൾക്ക്. കൃച്ഛ്രപ്രാണാഹ പ്രജാഹ, പ്രജകളുടെ പ്രാണൻ ഒരു കഷ്ടാവസ്ഥയിലാണ്. വെള്ളമില്ലാതെ പ്രാണൻ നിലനിൽക്കില്ല. ആ ഒരു കഷ്ടാവസ്ഥയിൽ ജനങ്ങൾ നിൽക്കവേ ഏഷ ഇവൻ, ഈ പൃഥു, രക്ഷിഷ്യതി അഞ്ജസ ഇന്ദ്രവത്. രക്ഷിഷ്യതി, രക്ഷിക്കും. ഇവൻ ഇപ്പൊ അങ്ങനെ ചെയ്തില്ല, ഇനി ചെയ്യും എന്ന് ഭാവി ഗുണങ്ങളെക്കുറിച്ച് സ്തുതിക്കാം. രക്ഷിഷ്യതി അഞ്ജസ, പെട്ടെന്ന്, എത്രയും വേഗം, ഇന്ദ്രവത്, ഇന്ദ്രനെ പോലെ. എപ്രകാരമാണോ ഇന്ദ്രൻ മഴ പൊഴിച്ച് ഭൂമണ്ഡലത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നത്, അതുപോലെ ഈ രാജാവ് എന്താണ്, തൻ്റെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന, പ്രാണൻ പോകാതെ പിടഞ്ഞ് വിഷമിക്കുന്ന എത്രയോ പ്രജകളുണ്ട്. അവർക്കെല്ലാം രക്ഷ കൊടുക്കാൻ സന്നദ്ധനാണ് ഈ രാജാവ്. ഏതുപോലെയാണ്? ഇന്ദ്രവത്, ഇന്ദ്രനെ പോലെ.
അഷ്ടദിക്പാലകന്മാരിൽ ഒരാളുടെ തേജസ് ആരിലുണ്ട്? രാജാവിലുണ്ട്, ഇന്ദ്രന്റെ തേജസ്. കൂടാതെ അഗ്നിയുടെയും അല്ല, ഭൂമിയുടെയും സൂര്യന്റെയും തേജസ് ഉണ്ട്. ഇനിയും ദിക്പാലകന്മാരുടെ തേജസ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇന്ദ്രന്റെ തേജസ് ഇദ്ദേഹത്തിനുണ്ട്. ഇന്ദ്രനെ പോലെ മഴ ഒഴിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഇദ്ദേഹത്തിനുണ്ട്. ഇന്ദ്രന് മാത്രമല്ല. എന്ത് ചെയ്താൽ മതി? യജ്ഞം ചെയ്താൽ മതി. യജ്ഞം ചെയ്താൽ മഴ പൊഴിക്കാൻ പറ്റും. അങ്ങനെ ചരിത്രവും അനുഭവങ്ങളും ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഇന്ദ്രൻ മഴ പൊഴിക്കാതിരുന്നാൽ ഈ രാജാവ് തൻ്റെ രാജ്യത്ത് കഷ്ടപ്പെടുന്ന പ്രജകൾക്ക് മഴ പൊഴിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കുമായിരുന്നു. ദേവേ വർഷത്യഫോ ദേവോ നരദേവോ പൃഹരി കൃച്ഛപ്രാണപ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജഫേന്ദ്രവത്. ദേവേ അവർഷതി ഫതി, ഫതി ബ്രാക്കറ്റിടാം, അതന്നെ അന്വയത്തിൽ മതിയത്, വായി ശ്ലോകത്തില്ല. ദേവേ അവർഷതി ഫതി കൃച്ഛപ്രാണാഹ പ്രജാഹ നരദേവവപുഃ ഹരിഃ ഏഷ ഇന്ദ്രവത് അഞ്ജഫ രക്ഷിഷ്യതി. ദേവേ വർഷത്യഫോ ദേവോ നരദേവോ പൃഹരി കൃച്ഛപ്രാണപ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജഫേന്ദ്രവത്. ദേവേ വർഷത്യഫോ ദേവോ നരദേവോ ബൃഹരി കൃച്ഛപ്രാണപ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജഫേന്ദ്രവത്. അപ്യായത്യഫോ ലോകം വദനാമൃതമൂർത്തിന ഫാനുരാഗാവലോകേന വിശദസ്മിതചാരുണാം. അപ്യായതി അഫൗ, അപ്യായതി ആനന്ദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അഫൗ ഇവൻ, ലോകം ലോകത്തെ. അഫൗ പൃഥു ലോകം ആപ്യായതി, ഈ പൃഥു ലോകത്തെ സന്തോഷിപ്പിക്കുന്നു. എങ്ങനെ? വദനാമൃതമൂർത്തിനാം. വദന അമൃതമൂർത്തി കൊണ്ട്. അമൃതമൂർത്തി ചന്ദ്രനാണ്. വദനാമൃതമൂർത്തി മുഖചന്ദ്രൻ. ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവനായ ഇവനാൽ വദന അമൃതമൂർത്തിന, വദനാമൃതമൂർത്തിന, അമൃതമൂർത്തി ശിവൻ, എന്താണ്? ചന്ദ്രനാണ്. തണുത്ത രശ്മികളുള്ളവൻ, അമൃതകിരണൻ, അതാണ് അമൃതമൂർത്തി. അത് എന്താണ്? അമൃതമൂർത്തിയെ പോലെയുള്ള വദനത്തോടു കൂടിയവൻ വദനാമൃതമൂർത്തി. ചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവനായ. ചന്ദ്രനെ പോലെ മുഖം എന്ന് വെച്ചാൽ ചന്ദ്രനെ പോലെ വട്ടമുഖം എന്നല്ല എൻ്റെ അർത്ഥം. ചന്ദ്രനെ കാണുമ്പോൾ എന്ത് ആഹ്ലാദമുണ്ടാകുന്നുവോ അതിന് സമാനമായ ആഹ്ലാദം ഉണ്ടാകുന്നത് കൊണ്ടാണ് ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുന്നത്. ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് എന്താ ആഹ്ലാദം ഉണ്ടാകും? അതുപോലെയാണ് മുഖം കാണുമ്പോഴും ആഹ്ലാദം ഉണ്ടാകും. ഈ ഒരൊറ്റ അർത്ഥത്തിലാണ് ചന്ദ്രനെ പോലെ നിന്റെ മുഖം എന്നൊക്കെ പറയാൻ പുറപ്പെടുന്നത്. അല്ലാണ്ട് ചന്ദ്രനെ പോലെ വൃത്താകൃതിയിലുള്ളൊരു മുഖം എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. അപ്പം അപ്യായതി അഫൗ ലോകം വദനാമൃതമൂർത്തിന ഫാനുരാഗ അവലോകേന, അനുരാഗത്തോടു കൂടിയുള്ള നോട്ടം, പ്രേമത്തോടു കൂടിയുള്ള നോട്ടം കൊണ്ട് വിശദസ്മിതചാരുണ, മനോഹരമായി പുഞ്ചിരിക്കുന്നതുകൊണ്ടും. ഒന്ന്, അനുരാഗത്തോടുകൂടി പ്രജകളെ നോക്കും. രണ്ട്, സന്തോഷപൂർവ്വം ഒന്ന് ചിരിക്കും അവരോട്. ആ മുഖം കണ്ടാൽ ചന്ദ്രനെ പോലെയുള്ള മുഖമാണ്. ആ മുഖം ഈ ലോകത്തുള്ള പ്രജകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമാണ്. അപ്പൊ ഇദ്ദേഹം ചന്ദ്രനെ പോലെയായി, സൂര്യനെ പോലെയായി, ചന്ദ്രനെ പോലെയായി, ഇന്ദ്രനെ പോലെയായി. ഇങ്ങനെ ദിക്പാലകന്മാരുടെ സമസ്ത തേജസ്സും തന്നിൽ ഇണങ്ങിയിരിപ്പുണ്ട് എന്ന് സ്തുതിക്കാൻ പോവാണ്. അപ്യായത്യഫോ ലോകം വദനാമൃതമൂർത്തിനാം ഫാനുരാഗാവലോകേന വിശദസ്മിതചാരുണാം. വിശദസ്മിതചാരുണാം,
ഫാനുരാഗാവലോകേന വദനാമതമൂർത്തിന അഫൗ ലോകം ആപ്യായതി. ആപ്യായത്യഫൗ ലോകം വദനാമതമൂർത്തിനാം ഫാനുരാഗാവലോകേന വിശദസ്മിതചാരുണാം. ആപ്യായത്യഫൗ ലോകം വദനാമൃതമൂർത്തിനാം ഫാനുരാഗാവലോകേന വിശദസ്മിതചാരുണാം. അവ്യക്തവർത്മൈഷാം നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്താം അനന്തമാഹാത്മ്യഗുണൈകധാമാം പൃഥുപ്രചേതായിവ സംവൃതത്മാം. അവ്യക്തവർത്തമാ ഏഷ. വർത്തമാ എന്ന് വെച്ചാൽ വഴി. അവ്യക്തവർത്തമാ, വ്യക്തമല്ലാത്ത വഴിയോട് കൂടിയവൻ. മറ്റാർക്കും ഇദ്ദേഹത്തിന്റെ വഴി വ്യക്തമാവില്ല. രാജാവിന്റെ ഭരണത്തിന്റെ മഹത്വങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് നിഗൂഢമാണ്. അവ്യക്തവർത്തമായേഷ നിഗൂഢകാര്യ. കാര്യം എന്ന് വെച്ചാൽ ചെയ്യപ്പെടേണ്ടത്. ചെയ്യപ്പെടേണ്ടതെല്ലാം നിഗൂഢമായിരിക്കും. ഒന്നും വിളിച്ചു പറയില്ല. ഞാൻ ഈ 5 വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യും എന്ന് ഒരിക്കലും വിളിച്ചു പറയരുത്. ചെയ്തു കാണിക്കണം. ഇത് ക്രിയാകേവലം ഉത്തരം. അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണ്. ഇന്നൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതും പറയാതെ ചെയ്യുന്നതും തമ്മിൽ, പറയാതെ ചെയ്യുന്നതിൽ അവർക്ക് ആഹ്ലാദവും സന്തോഷവും അഭിമാനവും കൂടും. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ഒരു വിളിച്ചുകൂവൽ ഒരു രാജ്യധർമ്മത്തിനെതിരാണ്. ഈ സ്തുതിപാഠകന്മാരുടെ സ്തുതി നോക്കൂ. ഈ രാജാവിന്റെ ഭൗതികമായ കൃത്യത്തെക്കുറിച്ച് വർണ്ണിക്കലല്ല. അഷ്ടദിക്പാലന്മാരുടെ യേശസ് ഇതിൽ കൂടിയിട്ടുണ്ടെന്ന് വർണ്ണിക്കുമ്പോൾ എന്തെന്ത് വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത്? എന്തൊക്കെയാണ് നമ്മെ പഠിപ്പിക്കാൻ പുറപ്പെട്ടത്? ഇതിൽ കൂടിയാണ് രാജധർമ്മം നിലനിൽക്കേണ്ടത്. ഒരു രാജാവിന്റെ ധർമ്മം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് വ്യക്തമാക്കാൻ പറ്റും. നിഗൂഢകാര്യനാണ്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. നാളെ ഇവിടെ ഒരു വഴി വെട്ടും എന്ന് നേരത്തെ പറയില്ല. വഴി വെട്ടിക്കഴിയുമ്പോൾ ജനങ്ങൾ അയ്യോ ഇത് നന്നായല്ലോ, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ആഗ്രഹിച്ചാണ്, ഇതാ ചെയ്തു തന്നിരിക്കുന്നു. ഗംഭീരവേദ ഉപഗുപ്തവിത്താം. ഗംഭീരമായ അഗാധമായ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. അതിൻ്റെ വേധാവാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഉപഗുപ്തവിത്ത. ധനം സംരക്ഷിക്കപ്പെടുന്നവനാണ്. ഉപഗുപ്തൻ സംരക്ഷിക്കുന്നവൻ. ധനത്തെ സംരക്ഷിക്കുന്നവനാകണം രാജാവ്. അല്ല ധനം, കിട്ടുന്ന ധനം മുഴുവനും അപ്പം തന്നെ ധൂർത്തടിച്ച് ചെലവഴിക്കാനുള്ളതല്ല. അത് ശേഖരിച്ച് വെച്ച് എപ്പോഴും രാജ്യം ധനസമർത്ഥമായിരിക്കണം. അതിൽ നിന്ന് ഒന്നും എടുത്ത് വിട്ടുകളിക്കാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങളാ ഭാഗവതം പഠിപ്പിക്കാം. ഗംഭീരവേദ ഉപഗുപ്തവിത്താം അനന്തമാഹാത്മ്യഗുണൈകധാമാം. അനന്തമായ മാഹാത്മ്യ ഗുണങ്ങൾക്ക് ഒറ്റ ഇരിപ്പിടമാണ് ഇവൻ, ഈ രാജാവ്. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ ഈ രാജാവിലുണ്ട്. അനന്ത മാഹാത്മ്യ ഗുണങ്ങൾക്ക് ഏകധാമമാണ്, ഒരു ഇരിപ്പിടമാണ് പൃഥു. ഈ പൃഥു പ്രചേത ഇവ സമൃതാത്മാ. ഇദ്ദേഹം പ്രചേതസിനെ പോലെ, പ്രചേതസ് വരുണൻ, വരുണനെ പോലെ സമൃതാത്മാ, തൻ്റെ ആത്മാവ് മറയ്ക്കപ്പെട്ടവനാണ്. സംവരണം ചെയ്യപ്പെട്ട ആത്മാവോട് കൂടിയവനാണ്. ഈ വരുണനെ നമുക്ക് ഗുണഗണങ്ങളോ മഹത്വമോ നേരിട്ട് കണ്ടറിയാൻ പറ്റത്തില്ല. ജലത്തിൽ കൂടി മാത്രമേ നമുക്ക് വരുണനെ കാണാൻ പറ്റൂ. ഇതുപോലെ രാജാവിൻ്റെ മഹാത്മ്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റാവൂ. അതുകൊണ്ട് വരുണന്റെ അംശം
ഈ രാജാവിനുണ്ട്. അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് വരുണൻ, പടിഞ്ഞാറേ ദിക്കിന്റെ അധിപതി. ഇദ്ദേഹം ഏതു വഴിയൊക്കെയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നുള്ള വഴികൾ ആർക്കും അറിയില്ല, നേരത്തെ പ്രഖ്യാപിക്കത്തുമില്ല. അങ്ങനെയാണെങ്കിൽ വഴി വൃത്തിയാക്കിയിടുമല്ലോ. രാജാവ് വരുന്നു എന്ന് പറഞ്ഞാൽ വഴി വൃത്തിയാക്കി പൂവൊക്കെ വിതറി ഭംഗിയാക്കിയിടും. അങ്ങനെ ചെല്ലില്ല. കാരണം എന്താണ്? എല്ലായ്പ്പോഴും വൃത്തിയാക്കി കിടക്കാൻ വേണ്ടി നേരത്തെ അറിയിക്കാതെ കൊണ്ട് ചെല്ലുന്നവനാണ്. അതേപോലെ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ, അല്ല പ്രവൃത്തി കണ്ട് ഊഹിക്കാൻ പറ്റില്ല. കുഴിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനായി ഈ കുഴിക്കുന്ന അറിയില്ല. വെള്ളം കാണുമ്പോഴേ ജനങ്ങൾക്ക് തിരിച്ചറിയാവൂ ഇത് കിണർ കുഴിക്കാനായിരുന്നു. ഫല അനുമേയാഹ, ഫലം കൊണ്ട് അനുമിക്കേണ്ട കൃത്യങ്ങളാണ് രാജാവ് ചെയ്യുന്നത്. അതേപോലെ രാജാവിന് എപ്പോഴും ആർക്കും കയറി ചെല്ലാം എന്ന് വിചാരിക്കുന്ന അധൃശ്യശ്ച, അദൃശ്യനുമാണ്, എന്നാൽ ആർക്കും എപ്പോഴും കയറി ചെല്ലാൻ പറ്റാത്തവനായിരിക്കണം. രാജാവിനെ കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ രാജാവ് കൂട്ടുകാരനെ പോലെ അടുത്തേക്ക് ചെല്ലാമല്ലോ എന്ന് വിചാരം ഉണ്ടാകണം, പക്ഷെ അടുത്തേക്ക് എത്തരുത്. ഒരു പ്രജകൾക്കും രാജാവിൻ്റെ അടുക്കൽ എത്താൻ പാടില്ല. ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്ത് നിൽക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ മഹത്വത്തെ പുറമെ പ്രകടിപ്പിക്കാതെ വരുണനെ പോലെ ജീവിക്കുന്നവനാണ് രാജാവ് എന്ന് രാജാവിൻ്റെ രാജ്യഭരണത്തെക്കുറിച്ച് സ്തുതിച്ചതാണ്. അവ്യക്തവർമ്മേഷാ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്താം അനന്തമാഹാത്മ്യഗുണൈകധാമാ പൃഥു പ്രചേതായിവ സംവൃതത്മാം. അവ്യക്തവർമ്മ നിഗൂഢകാര്യഃ ഗംഭീരവേദാഃ ഉപഗുപ്തവിത്തഃ അനന്തമാഹാത്മ്യഗുണൈകധാമാ ഏഷ പൃഥുഃ പ്രചേതാഃ സംവൃതാത്മാ. അവ്യക്തവർമ്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്തഃ അനന്തമാഹാത്മ്യഗുണൈകധാമാം പൃഥുപ്രചേതായിവ സംവൃതാത്മാം. അവ്യക്തവർമ്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്താം അനന്തമാഹാത്മ്യഗുണൈകധാമാ പൃഥുപ്രചേതായിവ സംവൃതാത്മാം. അവ്യക്തവർമ്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേദ ഉപഗുപ്തവിത്താം അനന്തമാഹാത്മ്യഗുണൈകധാമാ പൃഥുപ്രചേതായിവ സംവൃതാത്മാം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം. സ്തുതി തീർന്നില്ല. ഏതാണ്ട് അധ്യായം മുഴുവനും സ്തുതിയിലാണ് ഉപസംഹരിക്കാൻ പോകുന്നത്. ഒരധ്യായം മുഴുവൻ അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.